ഈ സെഷനിൽ നമ്മൾ കാണാൻ പോകുന്ന ബ്രീഫ് അക്കൗണ്ട് ഓഫ് എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഭൂമിയിലെ ജീവൻ ഉത്ഭവിച്ചത് ജീവൻ അതായത് ലൈഫ് ഫോം ചെയ്ത് 4 ബില്യൺ ഇയേഴ്സ് ബാക്കാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഫോം ചെയ്ത് 3 ബില്യൺ ഇയേഴ്സ് ബാക്കാന്ന് പറഞ്ഞു. അതേപോലെ നമുക്കറിയാം ദ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ദാറ്റ് വാസ് ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഇറ്റ് വാസ് ഫ്രം കീമോ ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് അല്ലെ. അങ്ങനത്തെ ഓർഗാനിസംസ് ഉണ്ടായത് 2 ബില്യൺ ഇയേഴ്സ് ബാക്കാന്ന് പറഞ്ഞു, അതായത് 2000 മില്യൺ ഇയേഴ്സ് ബാക്ക് അല്ലെ. 2000 മില്യൺ ഇയേഴ്സ് ബാക്ക് ആദ്യം ഉണ്ടായ ഓർഗാനിസം കീമോ ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് ആണ്, യൂണിസെല്ലുലാർ ഓർഗാനിസം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ഇവോൾവ് ചെയ്തു. ഫോട്ടോസിന്തറ്റിക് നോൺ ഓക്സിജനിക് ഓർഗാനിസംസും ഫോട്ടോസിന്തറ്റിക് ഓക്സിജനിക് ഓർഗാനിസംസും ഒക്കെ ഇവോൾവ് ചെയ്യാൻ തുടങ്ങി. ഫോട്ടോസിന്തറ്റിക് ഓക്സിജനിക് ഓർഗാനിസംസ് ഇവോൾവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ കണ്ടന്റ് ഉണ്ടായി. ഓക്സിജൻ കണ്ടന്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ സ്ലോലി ദ എവല്യൂഷൻ ഇറ്റ് ഹാസ് പ്രോഗ്രസ്ഡ്. എവല്യൂഷൻ കുറച്ച് കയറി വരാനുള്ള കാരണം ഓക്സിജന്റെ എവല്യൂഷൻ ആണ് കേട്ടോ. Now we will see ഏകദേശം ഒരു 500 മില്യൺ ഇയേഴ്സ് മുമ്പ്, അതായത് ഒരു ഓർഡോവിഷ്യൻ കേംബ്രിയൻ പീരീഡ് ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ഇന്ന് കാണുന്ന കുറേ ഇൻവെർട്ടിബ്രേറ്റ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അതായത് കേംബ്രിയൻ ആൻഡ് ഓർഡോവിഷ്യൻ പീരീഡ് വേർ വി കുഡ് സീ മെനി ഇൻവെർട്ടിബ്രേറ്റ്സ്. അതേപോലെ തന്നെ പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ കുറെ സീവീഡ്സ്, അതായത് വളരെ ചെറിയ ഫൈറ്റോ പ്ലാങ്ക്ടൺസ്, അതായത് വളരെ ചെറിയ ആൽഗെ, ഓഷ്യനിൽ ഉണ്ടാകുന്ന ആൽഗെ അല്ലെങ്കിൽ സീയിൽ ഉണ്ടാകുന്ന ആൽഗേസ് ഒക്കെ ഫോം ചെയ്തു തുടങ്ങി 500 മില്യൺ ഇയേഴ്സ് ബാക്ക്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് സ്ലോലി വി കുഡ് സീ അറൌണ്ട് 350 മില്യൺ ഇയേഴ്സ് ബാക്ക്. 350 മില്യൺ ഇയേഴ്സ് എഗോ വി കുഡ് സീ ദ ജോലെസ് ഫിഷസ് ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങി. ജോ ഇല്ലാത്ത ഫിഷസ്, ജോലെസ് ഫിഷസ് ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങി. അതേപോലെ 350 മില്യൺ ഇയേഴ്സ് ബാക്ക് തന്നെ നമുക്ക് കുറച്ച് എന്താ പറയുക സ്റ്റൗട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഫിൻസ് ഉള്ള ഫിഷസ് വിച്ച് ക്യാൻ സ്വിം ഇൻ വാട്ടർ ആസ് വെൽ ആസ് ദേ ക്യാൻ ക്രൗൾ ഇൻ ദ ലാൻഡ്, അങ്ങനത്തെ ഓർഗാനിസംസും ഫോം ചെയ്യാൻ തുടങ്ങി. അങ്ങനത്തെ ഓർഗാനിസംസ് എന്ന് പറയുന്ന പേരാണ് സീലോസാന്ത് അല്ലെങ്കിൽ ലോബ് ഫിൻസ് എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മൾ ആഫ്രിക്കയിൽ പിന്നീട് കണ്ടായിരുന്നു 1938 നമ്മൾ ആഫ്രിക്കയിൽ, സൗത്ത് ആഫ്രിക്കയിൽ പിടിച്ച ഒരു മീൻ പോലത്തെ ഒരു ഓർഗാനിസം ആണത്. പക്ഷെ ഇന്നത് ജീവിച്ചിരിക്കുന്നില്ല. ദാറ്റ് ഈസ് ഇറ്റ് ബിലീവ് ദാറ്റ് ഈസ് എക്സ്റ്റിങ്ക്ട് ബിക്കോസ് അത് കഴിഞ്ഞിട്ട് വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ ഈ സീലോസാന്ത് അല്ലെങ്കിൽ ലോബ് ഫിൻസ് എന്ന് പറയുന്ന ആംഫീബിയൻസിന്റെ ഒരു ആൻസസ്റ്റർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് വെള്ളത്തിൽ നിന്ന് ലാൻഡിലേക്ക് വരാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു fish. Then after that we could see around 320 million years back. 320 million years back എന്നൊക്കെ പറയുമ്പോഴത്തേക്കും in the Permian period ഒക്കെ എത്തിയപ്പോഴത്തേക്കും സീവീഡ്സ് ഒക്കെ നന്നായി കാണാൻ തുടങ്ങി. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് അറൌണ്ട് 200 മില്യൺ, ഈ 320 മില്യൺ ഇയേഴ്സ് ബാക്ക് സീവീഡ്സ് ഒക്കെ കാണാൻ തുടങ്ങി. അതേപോലെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പതുക്കെ ലാൻഡ് ഓർഗാനിസംസ്, അതായത് ഫസ്റ്റ് ലാൻഡിലേക്ക് ഇൻവൈഡ് ചെയ്ത ഓർഗാനിസംസ് എന്ന് പറയുന്ന പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. ആദ്യം ലാൻഡിലേക്ക് വന്ന ഓർഗാനിസംസ് പ്ലാന്റ്സ് തന്നെയാണ്. പ്ലാന്റ്സ് ദേ ഇൻവൈഡഡ് ദ ലാൻഡ് ഡ്യൂറിങ് ദ കാർബോണിഫറസ് പീരിയഡിലാണ് ബ്രയോഫൈറ്റ് ആണ് ആദ്യം ലാൻഡിലേക്ക് വന്നത്. പക്ഷെ അതൊരു ട്രൂ ടെറസ്ട്രിയൽ പ്ലാന്റ് ഒന്നും അല്ല. പക്ഷെ കാർബോണിഫറസ് പീരീഡ് ഏകദേശം 350 to 400 മില്യൺ ഇയേഴ്സ് ബാക്ക് ആ ഒരു സമയത്ത് ഈ പറയുന്ന ബ്രയോഫൈറ്റ്സ് ഇവിടെ ഉണ്ടാവാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ബ്രയോഫൈറ്റ്സിന് രണ്ടും, അതായത് വെള്ളം വേണം, മോയ്സ്റ്റ് കണ്ടീഷൻ വേണം, കംപ്ലീറ്റ് ലാൻഡ് ആയാൽ പറ്റില്ല, എന്നാലും ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിൽ അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഫസ്റ്റ് ഓർഗാനിസത്തിനെ കണ്ടു. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, അതായത് ഈ പറയുന്ന ആംഫീബിയൻസിന്റെ ജനറേഷൻ കഴിഞ്ഞ് 200 മില്യൺ ഇയേഴ്സ് ഒക്കെ പുറകിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം റെപ്റ്റൈൽസിന്റെ എവല്യൂഷൻ. അത് അവരുടെ ഗോൾഡൻ ഏജ് ഓഫ് റെപ്റ്റൈൽസ് തന്നെയാണ് കേട്ടോ. അതുപോലെ ഗോൾഡൻ ഏജ് ഓഫ് ദിസ് ഫിഷസ് ഈസ് ഡിവോണിയൻ പീരീഡ് ആണ് ഗോൾഡൻ ഏജ് ഓഫ് ഫിഷ് എന്ന് പറയുന്നത്. അതേപോലെ ആംഫീബിയൻസിന്റെ ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞാൽ 350 to 400 മില്യൺ ഇയേഴ്സ് ബാക്ക് കാർബോണിഫറസ് പീരീഡ് ആണ്. അത് കഴിഞ്ഞാണ് റെപ്റ്റൈൽസ് ഉണ്ടായത്. റെപ്റ്റൈൽസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് പല പീരീഡിൽ പല തരത്തിലുള്ള റെപ്റ്റൈൽസിന് നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഏറ്റവും വലിയ റെപ്റ്റൈൽസ് എന്ന് പറയുന്നത് ഡൈനോസേഴ്സ് ആയിരുന്നു. ഡൈനോസേഴ്സിൽ തന്നെ തൈറാനോസോറസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഏറ്റവും വലിയ റെപ്റ്റൈൽസ്, ഏറ്റവും വലിയ റെപ്റ്റൈലിൽ പെടുന്നത്. അതുപോലെ റെപ്റ്റൈലാണ് ട്രൂ ടെറസ്ട്രിയൽ ഓർഗാനിസം ആയിട്ട് ഇവോൾവ് ചെയ്ത് കേട്ടോ. അവർക്ക് ലാൻഡിൽ തന്നെ ജീവിക്കാം. കാരണം എന്താ വെച്ചാൽ അവർ ലേ ചെയ്യുന്ന എഗ് ദാറ്റ് വാസ് വെൽ പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ ക്ലീഡോയിക് ഷെൽ. അതായത് അവർക്ക് കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വളരെ തിക്കായിട്ടുള്ള ഹാർഡായിട്ടുള്ള വെൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു എഗ് ഷെൽ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ലാൻഡിൽ ജീവിക്കുകയും ലാൻഡിൽ മുട്ടയിടുകയും ചെയ്യാം.
അങ്ങനത്തെ ഓർഗാനിസംസ് ഉണ്ടായത് മീസോസോയിക് എരയിലാണ്. അതിനകത്ത് ഏറ്റവും വലിയ ഓർഗാനിസംസ് എന്ന് പറയുന്നത് ഡൈനോസേഴ്സ്. ഡൈനോസേഴ്സിൽ തന്നെ തൈറാനോസോറസ് ആണ്. അതേപോലെ ഡൈനോസേഴ്സ് അത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയത് ഏകദേശം 65 മില്യൺ ഇയേഴ്സ് ബാക്ക് ആണ്. 65 മില്യൺ ഇയേഴ്സ് ബാക്ക് വരെ ഈ പറയുന്ന ഡൈനോസേഴ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഡൈനോസേഴ്സ് ശരിക്കും എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിൽ ബിലീവ് ചെയ്യുന്നുണ്ട്. വൺ ഈസ് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റി കൊണ്ട് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയതാണെന്നും വൺ ഈസ് ഡ്യൂ ടു ദ എവല്യൂഷൻ ഓഫ് ദ ബേർഡ്സ്, അപ്പൊ കുറേത് ബേർഡ്സ് ആയി പോയിന്നും ബിലീവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കാണാം ഈ റെപ്റ്റൈൽസിന്റെ ആ ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ക്രെറ്റേഷ്യസ് പീരീഡിൽ നമുക്ക് ഏവ്സിന്റെ എവല്യൂഷൻ കാണാം. ഏവ്സ് എന്ന് പറയുന്നത് എന്താ? ബേർഡ്സിന്റെ എവല്യൂഷൻ. അതായത് 100-145 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഈ ബേർഡ്സ് ഉണ്ടായതായിട്ട് കാണാം. അതേപോലെ നെക്സ്റ്റ് എരയിൽ, അതായത് സീനോസോയിക് എരയിൽ പിന്നെ മാമൽസ് ആണ് പ്രിഡോമിനേറ്റ് ചെയ്ത് നിന്ന് മാമൽസിന്റെ ഗോൾഡൻ ഏജ് ആണ് സിനോസോയിക് എര എന്ന് പറയുന്നത്. അപ്പൊ ഈ മാമൽസ് ലാൻഡിൽ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഓർഗാനിസം, അറ്റ്ലീസ്റ്റ് ദേ ആർ വെരി ഗുഡ് ഇൻ ദ ഡിഫൻസ് മെക്കാനിസം. അവർക്ക് വേറൊരു പ്രഡേറ്റർ വന്നാൽ ഓടി രക്ഷപ്പെടാനും അങ്ങനത്തെ കുറെ കഴിവുകളുള്ള ഒരു ഓർഗാനിസം ആണ് മാമൽസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവർക്ക് അവരെ കുഞ്ഞുങ്ങളെ വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് അവരെ യൂട്രസിന്റെ ഉള്ളിൽ സേവ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ ഡെവലപ്പ് ചെയ്യിപ്പിക്കുന്നതും അതും അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് കേട്ടോ. അപ്പൊ മാമൽസിന്റെ എവല്യൂഷൻ ഒക്കെ ഈ പറയുന്ന ലാസ്റ്റ് സീനോസോയിക് ഏരിയയിലാണ് ഉണ്ടായത്. അപ്പോൾ ദിസ് ഈസ് ദ എവല്യൂഷണറി സ്റ്റേജ് ഓഫ് ഡിഫറെന്റ് ഓർഗാനിസം. അതിൻ്റെ ഇടയിൽ ഈ റെപ്റ്റൈൽസ് ഉണ്ടല്ലോ, റെപ്റ്റൈൽസ് വന്നിട്ട് റെപ്റ്റൈൽസ് ആയതിനു ശേഷം they went back to water again and that is 200 million years back. അതാണ് ഇക്തിയോഫിസ് എന്ന് ബിലീവ് ചെയ്യപ്പെടുന്നത് കേട്ടോ. ഇക്തിയോഫിസ് എന്ന് പറയുന്ന ഒരു റെപ്റ്റൈൽ ആണ്. ഇക്തിയോഫിസിനെ പറ്റിയിട്ട് ഒരിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ഇക്തിയോഫിസ് കംസ് അണ്ടർ ദ റെപ്റ്റൈൽ ഗ്രൂപ്പ്. അതായത് ലാൻഡിൽ ഉണ്ടായിരുന്ന ഒരു ഓർഗാനിസം ഏകദേശം 200 million years back അല്ലെ, 200 million years back it has gone back to water again and it is called as ഇക്തിയോഫിസ്. അതിനെയാണ് നമ്മൾ ഇക്തിയോഫിസ് എന്ന് പറയുന്നത്. ഇതും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 200 million years back റെപ്റ്റൈൽസ് ലാൻഡിൽ നിന്ന് വാട്ടറിലേക്ക് പോയ റെപ്റ്റൈൽസ്, ഇറ്റ് ഈസ് ഇക്തിയോഫിസ്. വെദർ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ നോട്ട്, അങ്ങനെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അതേപോലെ നമുക്ക് പ്ലാന്റിന്റെ എവല്യൂഷൻ കുറച്ച് ഡീപ്പായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ സി ഐ ഹാവ് ജസ്റ്റ് ഡ്രോൺ ഹിയർ. നമ്മൾ വരച്ചു വെച്ചാൽ പഠിക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വരച്ചത്. സെയിം ഡയഗ്രാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന അതേ ഡയഗ്രാമാണ് ഞാനിവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഇത് നോക്കുന്നതിനൊപ്പം ടെക്സ്റ്റ് ബുക്കും കൂടെ നോക്കണം. കാരണം ആ ഒരു ലെവൽ ഞാൻ എഴുതി വെച്ചേക്കുന്നത് ചിലപ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് വി വിൽ സി ദർ ആർ ഡിഫറെന്റ് എറാസ്, ദാറ്റ് ഈസ് പാലിയോസോയിക്, മീസോസോയിക് ആൻഡ് സിനോസോയിക് എറ. പാലിയോസോയിക്, മീസോസോയിക് ആൻഡ് സിനോസോയിക് എറ. Now here Paleozoic era, it has been divided again into 3 different periods as Cambrian, Ordovician, Silurian, Devonian, Carboniferous and Permian period. Okay, ഇതിനകത്ത് Cambrian and Ordovician periodil ഈ ancestor group of the plants were originated like chlorophyte ancestors. അതായത് ക്ലോറോപ്ലാസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ കഴിയുന്ന പ്ലാന്റ്സിന്റെ ആൻസിസ്റ്റേഴ്സ് ഉണ്ടായത് ഏത് പീരീഡിലാണ്? കേംബ്രിയൻ പീരീഡിലും ഓർഡോവിഷ്യൻ പീരീഡിലുമായിട്ടാണ് അവരുണ്ടായത്. അതേപോലെ ട്രക്കിയോഫൈറ്റ് ആൻസിസ്റ്റേഴ്സും ആ ഒരു സ്റ്റേജിൽ ഉണ്ടായതാണ്. അതേപോലെ ട്രക്കിയോഫൈറ്റ് ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വാസ്കുലാർ ടിഷ്യൂസ് ഉള്ള പ്ലാന്റ്സിന്റെ ആൻസിസ്റ്റേഴ്സ് ആണ് കേട്ടോ. അതേപോലെ നെക്സ്റ്റ് വൺ റൈനിയ ടൈപ്പ്. ഈ ട്രക്കിയോഫൈറ്റ് ആൻസിസ്റ്റേഴ്സിൽ നിന്ന് ഉണ്ടായതാണ് റൈനിയ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. റൈനിയ ടൈപ്പ് ഓഫ് പ്ലാന്റ്സിൽ നിന്ന് വേറെ ബ്രാഞ്ചിങ് ഒന്നും പോയിട്ടില്ല. ദേ ഹാവ് ജസ്റ്റ് ഇവോൾവ്ഡ് ഇൻ ദ ഫോം ഓഫ് സൈലോഫൈറ്റ്. ഇനി നമുക്ക് നോക്കാം ഈ ക്ലോറോഫൈറ്റ് ആൻസിസ്റ്റേഴ്സ്, ട്രക്കിയോഫൈറ്റ്, വാസ്കുലാർ ടിഷ്യൂസ് ഇല്ലാത്ത ഒരു പ്ലാന്റ് ഏതാണ്? ബ്രയോഫൈറ്റ് ആണ് അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു സീവീഡ്സ് ആൻഡ് ഓൾ ഇറ്റ് ഹാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് കേംബ്രിയൻ ഓർഡോവിഷ്യൻ പീരീഡ് ഇറ്റ് സെൽഫ്. അപ്പൊ അതൊക്കെ ഓൾറെഡി, അതായത് നമ്മുടെ ആൽഗെ ഗ്രൂപ്പിലുള്ള ഓർഗാനിസംസ് ഒക്കെ കേംബ്രിയൻ ഓർഡോവിഷ്യൻ പീരീഡിൽ ഉണ്ടായി കഴിഞ്ഞു. പിന്നെ നമുക്ക് ബ്രയോഫൈറ്റും ടെറിഡോഫൈറ്റും ജിംനോസ്പോമോ ആൻജിയോസ്പോമോ ആണ് ഉള്ളത് അല്ലെ. അപ്പൊ അതിനകത്ത് ഈ ക്ലോറോഫൈറ്റ് ആൻസിസ്റ്റേഴ്സ് ട്രക്കിയോഫൈറ്റ് ആൻസിസ്റ്റേഴ്സ് ആവുന്നതിന് മുമ്പ് അവിടെ ഒരു ബ്രാഞ്ചിങ് നടന്നിട്ടുണ്ട്. ദാറ്റ് ബ്രാഞ്ചിങ് ഇറ്റ് ലീഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ദ ബ്രയോഫൈറ്റ്. ബ്രയോഫൈറ്റ് ഉണ്ടായത് കാർബോണിഫറസ് പീരീഡിലാണ്. അതായത് 350 to 400 million years ബാക്ക് ആണ് ബ്രയോഫൈറ്റ് ഫോം ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് ലാൻഡ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഏറ്റവും ഫസ്റ്റ് ആനിമൽസും ഫ്ലോറയും ഫോണയും എടുത്താൽ ഫ്ലോറയാണ് ഏറ്റവും ആദ്യം ലാൻഡിൽ ഉണ്ടായത് കേട്ടോ.
ദെൻ ഈ ക്ലോറോഫൈറ്റ് ആൻസിസ്റ്റേഴ്സിൽ നിന്ന് കുറച്ച് മോഡിഫൈ ആയിട്ട് വാസ്കുലാർ ടിഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി ട്രക്കിയോഫൈറ്റ് ആൻസിസ്റ്റേഴ്സ് ആയിട്ട് മാറി. ഈ ട്രക്കിയോഫൈറ്റ് ആൻസിസ്റ്റേഴ്സ് വീണ്ടും ബ്രാഞ്ചിങ് നടന്നിട്ട് സോസ്റ്ററോഫില്ലം എന്ന് പറയുന്ന ഒരു പ്ലാന്റ്, സോസ്റ്ററോഫില്ലം പ്ലാന്റ് ഇറ്റ് വാസ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദ ഡിവോണിയൻ it was developed during the Silurian period. Silurian periodലാണ് ഈ സോസ്റ്ററോഫില്ലം ഉണ്ടായിട്ടുള്ളത് കേട്ടോ. സോസ്റ്ററോഫില്ലം ഡെവലപ്പ് ചെയ്തിട്ട് അർബോറസൻ ലൈക്കോപോഡ് എന്ന് പറയുന്ന, അർബോറസൻ ലൈക്കോപോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നല്ല, ദ ലോവർ ടെറിഡോഫൈറ്റ് ആണ് ലൈക്കോപോഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ആ അർബോറസൻ ലൈക്കോപോഡ് ഉണ്ടായത് പെർമിയൻ പീരിയഡിലാണ്. പെർമിയൻ പീരിയഡ് ദ അർബോറസൻ ലൈക്കോപോഡ് വെയർ ഫോംഡ്. പെർമിയൻ പീരിയഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ 280 to 350 മില്യൺ ഇയേഴ്സ് മുമ്പ് ആ ഒരു സമയത്താണ് അർബോറസൻ ലൈക്കോപോഡ് ഉണ്ടായത്. അത് കുറച്ചും കൂടി ഡെവലപ്പ് ആയിട്ട് ഹെർബേഷ്യസ് ലൈക്കോപോഡ് ആയിട്ട് മാറി ജുറാസിക് പീരിയഡിൽ. അതേപോലെ വി കുഡ് സി ദിസ് ട്രക്കിയോഫൈറ്റ് ആൻസിസ്റ്റേഴ്സിന് ഡെവലപ്പ് ആയത് ലോവർ ടെറിഡോഫൈറ്റ് ആണ്. അതായത് രണ്ട് ലൈക്കോപോഡ്, അതായത് അർബോറസൻ ലൈക്കോപോഡ് ആൻഡ് ദ ഹെർബേഷ്യസ് ലൈക്കോപോഡ്. ഇത് ഓർത്തിരുന്നുള്ള. നെക്സ്റ്റ് വൺ, ഈ റൈനിയ ടൈപ്പ് സ്പീഷീസ്, ട്രക്കിയോഫൈറ്റ് സ്പീഷീസ് അല്ലെങ്കിൽ ട്രക്കിയോഫൈറ്റ് ആൻസിസ്റ്റേഴ്സ് റൈനിയ ടൈപ്പ് ആൻസിസ്റ്റേഴ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു. റൈനിയ ടൈപ്പ് ആൻസിസ്റ്റേഴ്സിൽ നിന്നാണ് സൈലോഫൈറ്റൻ എന്ന് പറയുന്ന കുറച്ചും കൂടി മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടായത്. അത് ഡിവോണിയൻ പീരീഡിലാണ് കേട്ടോ. സിലൂറിയൻ പീരീഡിന്റെ ലാസ്റ്റും ഡിവോണിയൻ പീരീഡിന്റെ തുടക്കത്തിലുമാണ് സൈലോഫൈറ്റൻ ആൻസിസ്റ്റേഴ്സ് ഉണ്ടായത്. ഈ സൈലോഫൈറ്റൻ ആൻസിസ്റ്റേഴ്സിൽ നിന്നാണ് ബാക്കി എല്ലാ ടെറിഡോഫൈറ്റും ജിംനോസ്പേമും ആൻജിയോസ്പേമും ഫോം ചെയ്തിട്ടുള്ളത്. ഇനി അത് ഏതൊക്കെ കാലയളവിലാണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. Xylophyton ancestors from where the Sphenopsid or horsetail. Sphenopsid or horsetail എന്ന് പറയുന്ന ഏത് ഗ്രൂപ്പിൽ വരുന്ന? ടെറിഡോഫൈറ്റിൽ വരുന്ന. That were formed in the Cretaceous period. Cretaceous periodലാണ് ഈ സ്പീനോപ്സിഡ് അല്ലെങ്കിൽ ഹോഴ്സ്റ്റെയിൽ എന്ന് പറയുന്ന ടെറിഡോഫൈറ്റ് നേരെ സൈലോഫൈറ്റിൽ നിന്ന് ഫോം ചെയ്ത്. അതേപോലെ തന്നെ സൈലോഫൈറ്റിൽ നിന്ന് ഫേൺസ് ഒക്കെ ഫോം ചെയ്ത് ജുറാസിക് പീരീഡിലാണ്. നമ്മൾ കാണാറുണ്ട് ഈ എന്താ പറയാ, ജുറാസിക് പാർക്കൊക്കെ കണ്ട് ആ മൂവിയിൽ, അല്ലെങ്കിൽ ഡൈനോസേഴ്സിന്റെ മൂവിയൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഹാബിറ്റാറ്റ് കാണിക്കുമ്പോൾ വലിയ ജയന്റ് ഫേൺസ് ഒക്കെ കാണിക്കുന്നുണ്ട് അല്ലെ. ആ ജയന്റ് ഫേൺസ് ഒക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയതാണ് കേട്ടോ. അതിന്റെയൊക്കെ ഫോസിൽസ് കണ്ടെടുത്തിട്ടുള്ളതാണ്. ഫേൺസിന്റെ ഡെവലപ്മെന്റ് ജുറാസിക് പീരീഡിലും അത് ഏറ്റവും വൈഡ് സ്പ്രെഡ് ആയിട്ടിരുന്നത് ജുറാസിക് പീരീഡിലുമാണ്. അത് കണക്കിലാക്കിയിട്ടാണ് അവർ അതിന്റെ ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇതിൽ കംപ്ലീറ്റ് ഫേൺസിനെ കാണിച്ചിട്ടുള്ളത്. അതേപോലെ സൈലോഫൈറ്റിനി എന്നുള്ളതാണ് നെക്സ്റ്റ് എവല്യൂഷൻ ഗിങ്കോ. ഗിങ്കോ ഈസ് നത്തിങ് ബട്ട് ജിംനോസ്പോം. അതൊരു ജിംനോസ്പോം ആണ്. ജിംനോസ്പോം ഉണ്ടായത് ക്രെറ്റേഷ്യസ് പീരീഡിലാണ് കേട്ടോ. ക്രെറ്റേഷ്യസ് പീരീഡിലാണ് ഗിങ്കോ എന്ന് പറയുന്ന ജിംനോസ്പോം ഉണ്ടായത്. അതേപോലെ കോണിഫേഴ്സ്, സൈലോഫൈറ്റിൽ നിന്ന് കോണിഫേഴ്സ് ഉണ്ടായത് ജുറാസിക് പീരീഡിലാണ്. ജുറാസിക് പീരീഡിലാണ് കോണിഫേഴ്സ് ഉണ്ടായത്. ദാറ്റ് ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് ജിംനോസ്പോം. കോണിഫേഴ്സിന് എക്സാമ്പിൾ ആണ് പൈനസ് എന്ന് പറയുന്നത്. അതേപോലെ സൈലോഫൈറ്റിൽ നിന്നുണ്ടായ നെക്സ്റ്റ് പ്ലാന്റ് ആണ് നെറ്റെയിൽസ് എന്ന് പറയുന്ന ജിംനോസ്പോം. നെറ്റെയിൽ ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ഓർ ഇറ്റ് വാസ് ഡെവലപ്ഡ് ഓർ ഇവോൾവ്ഡ് ഡ്യൂറിങ് ക്രെറ്റേഷ്യസ് പീരീഡ്. ക്രെറ്റേഷ്യസ് പീരീഡിൽ ഗിങ്കോന്റെ ഒക്കെ ഒപ്പം ഉണ്ടായതാണ് നെറ്റെയിൽസ് എന്ന് പറയുന്ന ജിംനോസ്പോം. അതേപോലെ തന്നെ സൈക്കാഡ്സ്, ഇത് ഈ സൈലോഫൈറ്റിൽ നിന്ന് അടുത്ത കാറ്റഗറി, അതായത് നെക്സ്റ്റ് ഡെവലപ്മെന്റൽ സ്റ്റേജസ്, പല എവല്യൂഷണറി സ്റ്റേജ് വഴിയാണ് സൈക്കസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്, അതായത് സൈക്കാഡ്സ് ഉണ്ടായിട്ടുള്ളത്. സോ there we can see xylophyton it is formed a progymnosperm. Progymnosperm ഉണ്ടായത് ഡിവോണിയൻ പീരീഡിന്റെ ലാസ്റ്റ് ഇയേഴ്സിലാണ്, അതായത് ഡിവോണിയൻ പീരീഡിന്റെ ലാസ്റ്റ് പോർഷനിലാണ് എന്തുണ്ടായത്, പ്രോജിംനോസ്പേം ഉണ്ടായത്. അതേപോലെ തന്നെ കാർബോണിഫെറസ് പീരീഡിന്റെ ലാസ്റ്റ് ആയിട്ടാണ് സീഡ് ഫേൺസ് ഉണ്ടായത്. സീഡ് ഫേൺസ് എന്ന് പറയുന്നത് എന്താണ്? ഹെട്രോസ്പോറസ് ഫേൺസ്. ഹെട്രോസ്പോറസ് ഫേൺസ് ഏതൊക്കെയാ? സെലാജിനില്ല, സാൽവീനിയ, സോള, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ഫേൺസിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ടെറിഡോഫൈറ്റിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ സീഡ് ഫേൺസ് എന്ന് പറയുന്ന ടെറിഡോഫൈറ്റ് വിത്ത് ഹെട്രോസ്പോറസ് ഡെവലപ്മെന്റ്, അത് ഉണ്ടായത് ഈ പറയുന്ന കാർബോണിഫെറസ് പീരീഡിന്റെ ലാസ്റ്റ് ആയിട്ടാണ് കേട്ടോ. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ സീ ദി സീഡ് ഫേൺസ് ഫ്രം വേർ ദ സൈക്കാഡ്സ് വെയർ ഫോംഡ്. സൈക്കാഡ്സ് ഉണ്ടായത് സീഡ് ഫേൺസിൽ നിന്നാണ്. സൈക്കാഡ്സ് ഉണ്ടായത് ഏത് പീരീഡിലാന്ന് നോക്കിയാൽ ജുറാസിക് പീരീഡിലാണ് സൈക്കാഡ്സ് ഉണ്ടായത്. അപ്പൊ ജുറാസിക് പീരീഡിൽ പ്രോമിനന്റ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത് ഫേണും കോണിഫേഴ്സും സൈക്കാഡ്സും ആണ് കേട്ടോ. Conifers and cycad. Fern, it is giant fern was predominant during the
ജുറാസിക് പീരിയഡ്. കോണിഫേഴ്സ് ഓൾസോ വേർ പ്രസന്റ്. കോണിഫേഴ്സ് എന്ന് പറയുന്ന പൈൻ മരങ്ങൾ. അതേപോലെ തന്നെ സൈക്കസ് കൂടുതലുണ്ടായിരുന്നു. ഈ പറയുന്നത് നമ്മൾ ആ മൂവി കാണുമ്പോൾ കാണിക്കുന്നുണ്ട്, കുറേ സൈക്കസും കുറേ ജയന്റ് ഫേൺസിനെയൊക്കെ കാണിക്കുന്നുണ്ട്. സോ ദീസ് വേർ ഓൾ ഫോംഡ് ഡ്യൂറിങ് ദ ജുറാസിക് പീരിയഡ്. അതേപോലെ തന്നെ സീഡ് ഫേൺസിൽ നിന്ന് ഉണ്ടായതാണ് ഡൈകോട്ടിലിഡിനസ് പ്ലാന്റ്സും മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സും. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ക്രെറ്റേഷ്യസ് പീരിയഡിന്റെ ലാസ്റ്റ് ആയിട്ടാണ് എന്തുണ്ടാകുന്നത്, ഡൈകോട്ടിലിഡിനസ് പ്ലാന്റ്സ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ടെറിഷറി ക്വാട്ടർണറി പീരിയഡിലാണ് മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സ് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ എവല്യൂഷൻ നടക്കുമ്പോൾ ഡൈകോട്ടിലിഡിനസ് പ്ലാന്റ്സ് ആണ് ആദ്യം ഉണ്ടായത്, പിന്നെയാണ് മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സ് ഉണ്ടായത്. ഇത് കുറച്ച് അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഈ പറയുന്ന പീരിയഡ്സ് അത് ഏതൊക്കെ ഇയേഴ്സ് ആണ് ആ പീരിയഡ്സിൽ വരുന്നത്, അതേപോലെ തന്നെ ഓരോ പീരിയഡിലും കാണുന്ന ഓർഗാനിസം, പ്രിഡോമിനന്റ് ആയിട്ട് കാണുന്ന ഓർഗാനിസം, അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാ. പക്ഷെ ഇതുവരെ എളുപ്പമുള്ളതാ ചോദിച്ചു കണ്ടിട്ടുള്ളത്. എന്നാലും ഒന്ന് പഠിച്ചു പോകുന്നത് നല്ലതാണ്. ഈ ഒരു പോർഷൻ നമ്മൾ പഠിക്കേണ്ടത് ആ എക്സാമിന്റെ പഠിക്കേണ്ടതെന്നല്ല, അത് റിവിഷൻ ചെയ്യേണ്ടത്. പഠിക്കേണ്ടത് നമ്മൾ അപ്പോൾ പഠിച്ചു പോകണം. അത് ഒന്നും കൂടെ ഫ്രഷ് ആയിട്ട് റിവിഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എക്സാം ഹോളിൽ കയറാൻ പാടുള്ളൂ. കാരണം ഇതൊക്കെ നമ്മൾ മറന്നു പോകുന്ന ടോപ്പിക്സ് ആണ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരുന്ന ടോപ്പിക്സ് ആണ് കേട്ടോ. സോ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ദ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഓർ എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് പ്ലാന്റ്സ്. അതുപോലെ തന്നെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ എഴുതി വെച്ചേക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സീലോസാന്ത്, അതേപോലെ സീലോസാന്ത് ഓർ ലോബ്ഫിൻ, അതേപോലെ ഇക്തിയോഫിസ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോൾഡൻ ഏജ് ഓഫ് റെപ്റ്റൈൽ ഏതാണ്, ഗോൾഡൻ ഏജ് ഓഫ് ഫിഷസ് ഏതാണ്, ഗോൾഡൻ ഏജ് ഓഫ് ആംഫീബിയൻസ് ഏതാണ്, ആദ്യത്തെ ആംഫീബിയൻസ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഓർഗാനിസം ഏതാണ്, ലോഫിൻസ് അല്ലെങ്കിൽ സിലോസാന്ത് എന്ന് പറയുന്നത്, അത് എവിടെ നിന്നാണ് പിടിച്ചത്, ഏത് വർഷമാണ് പിടിച്ചത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കി പോയിക്കോളണം കേട്ടോ. Now next one, the evolution or evolutionary history of vertebrate through geological period. ഞാനത് വരയ്ക്കുന്നില്ല, I'm just showing the textbook here. അതായത് നമ്മുടെ ഫിഗർ 7-10. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് കുറേ പീരിയഡ്സ്, അതായത് കാർബോണിഫറസ് പീരിയഡ്, പെർമിയൻ പീരിയഡ്, ട്രയാസിക് പീരിയഡ്, ജുറാസിക് പീരിയഡ്, ക്രെറ്റേഷ്യസ് പീരിയഡ്, ടെറിഷറി പീരിയഡ്, ക്വാട്ടർണറി പീരിയഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ഹിയർ യു ജസ്റ്റ് സീ ദിസ് early reptiles, it was developed during 350 million years back. 350 million years back ആണ് കാർബോണിഫറസ് പീരിയഡിലാണ് ആരുണ്ടായത്, ഫസ്റ്റ് റെപ്റ്റൈൽ എന്ന് പറയുന്ന ഓർഗാനിസം ഉണ്ടായത്. ഫസ്റ്റ് early reptile was developed. This early reptile, it has undergone branching in two different ways. One is synapsid, another one is sauropsid. ഒന്ന് സൈനാപ്സിഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഒന്ന് സോറോപ്സിഡ് ആയിട്ട് ഇവോൾവ് ചെയ്തു. ഇതിനകത്ത് സൈനാപ്സിഡ് എന്ന് പറയുന്ന ഓർഗാനിസം, ഇറ്റ് ഹാസ് അണ്ടർഗോൺ എവല്യൂഷൻ ആസ് പെലിക്കോസോഴ്സ്. ഈ സൈനാപ്സിഡ് ആയത് 300 million years ബാക്ക് ആണ് കേട്ടോ. 300 million years ബാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും പെർമിയൻ പീരിയഡിലാണ് ഈ സൈനാപ്സിഡ് ഉണ്ടായത്. സൈനാപ്സിഡിൽ നിന്ന് വി ക്യാൻ സി ഇറ്റ് ഹാസ് ഇവോൾവ് ഇൻ ദ ഫോം ഓഫ് പെലിക്കോസോഴ്സ് ആയിട്ട് ഇവോൾവ് ചെയ്ത 300 to 250 million years ബാക്ക്. അതായത് ഏകദേശം പെർമിയൻ പീരിയഡിന്റെ ലാസ്റ്റ് കാലയളവിൽ തന്നെയാണ് പെലിക്കോസോഴ്സ് ഡെവലപ്പ് ചെയ്തത്. ഈ പെലിക്കോസോഴ്സ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓർഗാനിസം അല്ല, അത് എക്സ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ് ആണ്. ദെൻ ഫ്രം the Pelicosaurs, the Therapsids were formed. Therapsids ഫോം ചെയ്തത് ട്രയാസിക് പീരിയഡിനും ജുറാസിക് പീരിയഡിനും ഇടയ്ക്കായിട്ടാണ് കേട്ടോ. Triassic period and Jurassic period, in between that the Therapsids were formed, or we can say it is around in between 200 and 150. So it will be in the Jurassic period. Jurassic period നമുക്ക് പറയാം. Therapsids, it was formed in the Jurassic period. ഈ തെറാപ്സിഡ്സും എക്സ്റ്റിങ്ക്റ്റ് ആയി പോയ ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏർലി റെപ്റ്റൈലിൽ നിന്ന് സൈനാപ്സിഡിൽ നിന്ന് പെലിക്കോസോഴ്സിൽ നിന്ന് തെറാപ്സിഡ്സ്. ഈ തെറാപ്സിഡ്സിൽ നിന്നാണ് ആരുണ്ടായത്, മാമൽസ് ഉണ്ടായത്. ഒരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് ദ ആൻസസ്റ്റർ ഓഫ് മാമൽസ് എന്ന് പറഞ്ഞിട്ട് തെറാപ്സിഡ്സ്, അതേപോലെ സോറോപ്സിഡ്, പെലിക്കോസോഴ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. തെറാപ്സിഡ്, ദാറ്റ് ഈസ് ദ ആൻസസ്റ്റർ ഓഫ് മാമൽ ഹിയർ. ഓക്കെ, അങ്ങനെ കൊടുത്താൽ ആൻസസ്റ്റർ ഏറ്റവും അടുത്തുള്ള, അതായത് ഏറ്റവും നിയർ ബൈ എവല്യൂഷൻ ഏതാണ് നടന്നതെന്ന് വെച്ച് നമ്മൾ എഴുതിക്കൊള്ളണം. അതേപോലെ നെക്സ്റ്റ് വൺ, അങ്ങനെയൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് കുറവാണ്. പണ്ട് നീറ്റ് ഉണ്ടായിരുന്ന സമയത്ത്, അതായത് APMTക്ക് മുമ്പ് നീറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണത്. പിന്നെ നെക്സ്റ്റ് വൺ, ഈ ഏർലി റെപ്റ്റൈൽസിൽ നിന്ന് സോറോപ്സിഡ് ഉണ്ടായത്. അതായത് സൈനാപ്സിഡ് ഇവോൾവ് ആയ പോലെ തന്നെ സോറോപ്സിഡ്, ഇറ്റ് വാസ് ഇവോൾവ് ഇൻ ബിറ്റ്വീൻ 300 to 250 million years. അതായത് അറൌണ്ട് പെർമിയൻ പീരിയഡ് ഇറ്റ് ഹാസ് ബീൻ
evolved in the form of sauropsid. ഈ sauropsid directly it has evolved as turtles ആയിട്ട് evolve ചെയ്തിട്ടുണ്ട്. അതേപോലെ lizard ആയിട്ട് evolve ചെയ്തിട്ടുണ്ട്. അതേപോലെ it has evolved in the form of snake around Jurassic period. Jurassic periodൽ അത് snake ആയിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ in between 200 and 250, that is ട്രയാസിക്കിൻ്റെയും ജുറാസിക് പീരീഡിൻ്റെയും നടുവിൽ ടോട്ടാറസ് ആയിട്ട് അത് ഇവോൾവ് ആയിട്ടുണ്ട്. അതേപോലെ ഈ സോറോപ്സിഡ് വന്നിട്ട് തീക്കോഡോണ്ട് ആയിട്ട് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. തീക്കോഡോണ്ട് ഈസ് ഓൾസോ ആൻ എക്സ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. ആ എക്സ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ് ആയിട്ടുള്ള തീക്കോഡോണ്ടിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത്, ഡൈനോസേഴ്സ് ഉണ്ടായിട്ടുള്ളതും അതുപോലെ ക്രൊക്കോഡൈൽസ് ഉണ്ടായിട്ടുള്ളതും. അതുപോലെ ഈ ഡൈനോസേഴ്സ് തീക്കോഡോണ്ട് രണ്ട് തരത്തിൽ ഉള്ള ഓർഗാനിസംസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഒന്ന് ഡൈനോസേഴ്സ് ഇറ്റ് വാസ് ഫോംഡ് ഡ്യൂറിങ് ദ ജുറാസിക് പീരിയഡ്. അതേപോലെ തന്നെ ഇറ്റ് ഹാസ് ഇവോൾവ്ഡ് ഇൻ ദ ഫോം ഓഫ് ബേർഡ്സ് ആയിട്ട് ഇവോൾവ് ചെയ്തത് 100-150 വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് ക്രെറ്റേഷ്യസ് പീരീഡിലാണ് ഇത് ബേർഡ്സ് ആയിട്ട് ഇവോൾവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഡയഗ്രത്തിനെ ബേസ് ചെയ്ത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് വെരി ഈസി ആൻഡ് വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ഓൾ. ഇറ്റ് വിൽ നോട്ട് കം ഫ്രം ദിസ് വാട്ട് എവർ ഇറ്റ് ഹാസ് ഗിവൻ ദാറ്റ് ഓൺലി ദേ വിൽ ആസ്ക്. ഓക്കെ, അപ്പോൾ കാർബോണിഫറസ് പെർമിയൻ പീരീഡ് എന്ന് പറയുന്നത് പാലിയോസോയിക് എരയുടെ ഭാഗമാണ്. ട്രയാസിക് ജുറാസിക് ക്രെറ്റേഷ്യസ് എന്ന് പറയുന്നത് മീസോസോയിക് എരയുടെ ഭാഗമാണ്. അതേപോലെ ടെറിഷറി ക്വാട്ടർണറി പീരീഡ് എന്ന് പറയുന്നത് സിനോസോയിക് എരയുടെ ഭാഗമാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് വെർട്ടിബ്രേറ്റ് ആണ്. വെർട്ടിബ്രേറ്റ് ഒറിജിനേറ്റ് ചെയ്തത് തന്നെ ഏത് പീരീഡിലാണ്? കാർബോണിഫറസ് പീരീഡിലാണ്. അതുകൊണ്ടാണ് കാർബോണിഫറസ് പീരീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഏർലി റെപ്റ്റൈൽസിൽ നിന്ന് സൈനാപ്സിഡ്സും സോറോപ്സിഡ്സും ഉണ്ടായി. സൈനാപ്സിഡ്സിൽ നിന്ന് ഇവോൾവ് ചെയ്ത് പെലിക്കോസോസും തെറാപ്സിഡ്സും അതുപോലെ മാമൽസും ആയിട്ട് മാറി. അതേപോലെ സോറോപ്സിഡിൽ നിന്ന് തീക്കോഡോൺസും ഡൈനോസേഴ്സും ബേർഡ്സും ക്രൊക്കോഡൈലും ഉണ്ടായി. അതേപോലെ സോറോപ്സിഡ്സിൽ നിന്നുണ്ടായ വേറെ ഓർഗാനിസ് ആണ് ടോട്ടാറസ് എന്ന് പറയുന്നത്. പിന്നെ സ്നേക്ക്, ലിസാർഡ്, ടർട്ടിൽ. Okay, so this is the evolutionary history of vertebrate through geological period. Now the next one, the major one, ഇതേപോലത്തെ കുറേ evolutionary history of elephant ഉണ്ട്, horse ഉണ്ട്. ഇതൊക്കെ നമ്മൾ എവല്യൂഷണറി ബയോളജി എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് പേപ്പർ തന്നെ പഠിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് തന്നെ പഠിക്കുമ്പോൾ നമ്മൾ അത് പറ്റി പഠിക്കുന്നുണ്ട്. അത് ഹയർ ക്ലാസ്സസിൽ നമ്മൾ പഠിക്കും. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ദ എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് മാൻ ഓർ ദ എവല്യൂഷണറി ഡെവലപ്മെന്റ് ഓഫ് മാൻ ആണ്. ഇനി നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാനുള്ളത് കേട്ടോ.